എന്റെ റഹ്മാനായ തമ്പുരാനെ ആരത് കാട്ടി പിടിച്ചത്? പൂവിയേ ഈ അടുക്കള വൃത്തിയാക്കാതെ ജനല് തുറക്കണത്? ഇവര് ജനല് തുറക്കണ്ട. എന്നാല് ജനല് പിന്നെ തുടക്കജി ഈ അടുക്കള വൃത്തിയാക്കണി വല്ല മനുഷ്യന്മാര് പെരീക്ക് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനു നന്ദി? തിന്ന പാത്രം ഒന്നായിട്ട് കൊട്ടത്തലത്തില്. നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ ഒരു സിങ്കില്ലേ, അതിനോട് തുടച്ചാളി, അതിൽ കഴിവ് വൃത്തിയാക്കി. എനിക്ക് അത് ഇങ്ങോട്ട് പറ. ഞാൻ എന്നോട് അന്നും പറ ഒരാളാണ് വിളിച്ചാന്നാ അതിന് ചായക്കൂല, കായ് കൊടുക്കാൻ ചായക്കൂല മനുഷ്യന്മാർക്ക്. പിന്നെ ഞങ്ങളുടെ മകൻ ഇങ്ങനെ കൊമ്പ കുട്ടിയുടെ കയക്കുന്നത് ഒരു 10 അയക്കാൻ വേണ്ടിട്ട് പറഞ്ഞാൽ തന്നെ ഒരു 100 കൂട്ടം വർത്താനാണ്. എന്തിനാ എനക്ക് 10? അനക്ക് അത് ചെലവർത്തിക്കൂടെ? ലോക ബിസ്കനായ ഞങ്ങളെ മോനി പൊയ്ക്കോളി മങ്ങള് ഇന്നെ പ്രാർത്ഥന നിക്കണ്ട. പൊന്നാര പൂവിയെ, ഞാൻ എന്നോട് ഒരു വർത്താനം പറഞ്ഞില്ല. എന്തിനാ മനസ്സിലായിട്ട് കാണും ഇങ്ങനെ ഇടങ്ങാറാക്കേണ്ടത്? ഞാൻ ഇടങ്ങാറാക്കണ എന്ത് കാര്യത്തിനാണ് ഈ ഇട്ടച്ച പാത്രങ്ങളൊക്കെ എടുക്കുന്നത്? അങ്ങോട്ട് നോക്കിക്കണി എത്ര പാത്രമാണ് കഴുകാൻ പറ്റും? അതൊക്കെ കേൾക്കണം. നോൽമ്പിന് അങ്ങനെയാണ്. നോൽമ്പ് പണി പറഞ്ഞാൽ അതാണ്. മനസ്സിലായ? കളഞ്ഞാലും നാലത്തേ അതെങ്ങനെ? അത് എനിക്കല്ല, നാളെ പിറ്റേ നിങ്ങൾക്ക് തന്നെ കാര്യം. ഞാൻ ഇന്ന് നാളെ നിക്കണ മനസ്സത്തിയാണ്. ഞാൻ പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ സുഖിച്ചാനില്ലേ, നടക്കൂല മോളെ. അങ്ങനെ ഇങ്ങനെ പഠിച്ചോ കൊണ്ടുപോകില്ല എന്നട്ടാ. അതിനെയാണ് ഇപ്പൊ എനിക്കും പറയാനുള്ളത്. അല്ല പൂവിയെ, ഇന്നലെ അന്തിക്ക് പോവാൻ വിളിച്ചപ്പോ എന്തേ പറഞ്ഞു അവനോട്? ഞാൻ ഒന്നും പണ്ടില്ല പൊന്നാരമ്മ. പടച്ച റബ്ബേ, ഞാൻ 3-ന് കുഞ്ഞുമൂനെ മാപ്പിള്ളി നോൻപറപ്പിച്ചതെന്ന് പറഞ്ഞല്ലേനാ. അത് എന്താ പറയാഞ്ഞ്? നോമ്പ് 3-നാ? നോമ്പ് 3-ന്. എല്ലാ പുതിയാപ്പിള്ളാരും കഴിഞ്ഞതാണല്ലോ നോൽമ്പ് 3-ന് എടുത്തിട്ട് ഓല ചെയ്യാന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ ഉണ്ടായിട്ടില്ലല്ലോ. 5-6 കൊല്ലം നമ്മളടുത്ത് ഇല്ലേനല്ലോ. ഓപ്പ വന്നതല്ലേ. എന്താ എനിക്ക് ഇങ്ങളെ മോനോട് ഇങ്ങോട്ട് പറഞ്ഞാളിമ്മ. പണിക്ക് പോയിക്കാണി. മനുഷ്യർക്ക് 100 കൂട്ടം പണി ചെയ്യാനൊരാളില്ല, സഹായിക്കാനൊരാളില്ല. അപ്പൊ പൂവി എന്നോട് ഞാൻ ആളെ നിർത്താൻ പറയല്ലേ? മാപ്പിളുടെ പൈസ പോവിച്ചിട്ടല്ലേ? നിങ്ങൾക്കൊന്നും സഹായിച്ചാലും തന്നെ ഇന്നെ കൂടെ വെക്കപ്പോ ഇതിനൊക്കെ പോയിക്കാളി. അങ്ങനത്തെ പെരിന്ന് വന്നതല്ലല്ലോ. അപ്പൊ ഇജ്ജല്ല ഇങ്ങനെ പണിക്കാരത്തിയായി പണി. ഞാനാ അങ്ങനത്തെ പെരിയിൽ നിന്ന് വന്നത്? നിങ്ങൾ രാജകൊട്ടാരത്തിൽ? ഞാൻ രാജകൊട്ടാരത്തിൽ തന്നെയാണ്. കോഴിക്കോട് മനുഷ്യനെ പ്രാന്താക്കാതെ. ഇതിപ്പോ പുറമോട് ഇങ്ങനെ അടിച്ചു തന്നെ നമുക്ക് എളാപ്പാന്റെ അടുത്തോലൊക്കെ വരുമ്പോ കാണാനാണ്. ഇജ്ജ് ഇങ്ങനെ ഇവിടെ പണിയെടുക്കണ്ട, അമ്മായിമ്മ ഒരു പണിയെടുക്കണില്ലാന്ന്. അത് ഓലൊക്കെ കാണാൻ വേണ്ടിട്ടല്ല ഈ പണി എടുക്കേണ്ടത്. അല്ലാതെ അകത്ത് വന്ന് പണിയെടുക്ക്. അകത്തത്തെ പണി തീർക്കും. മഞ്ഞക്കോട്ട് ആവശ്യത്തെ വർത്താനം പറയാൻ കണ്ടല് വെച്ചിട്ട് പ്രാന്തായിട്ടാണ് വർത്താനം ചെയ്യാൻ നിൽക്കുന്നത്. അതിനിടയിൽ വന്നിട്ട് ചൊറിയണ വർത്താനം പറഞ്ഞിട്ടുണ്ട്. എളാപ്പം മക്കളൊരു കണ്ടിട്ട് തേങ്ങുള്ളത്. എനിക്ക് അഭിമാനം. ആ തള്ള പണി എടുക്കണില്ലല്ലോ. ആ പണിനെ കൂടെ ഞാൻ കഷ്ടപ്പെട്ട ഇടങ്ങറായിട്ട് ഒരു അഭിമാനം വേണ്ട. അല്ല അതിപ്പോ ഔത്തുക്ക് പോവുക. ഞാൻ ചെയ്യണമെങ്കിൽ ഒരു തൊഴിലും തരുക. ആ പ്ലാസ്റ്റിക് അല്ല കൂടി വേറെ വെച്ച ഹരിത കർമ്മസേന വരും ട്ടാ. ഞാൻ അതിനോട് ഭാര്യ അങ്ങനെയോട് കൊണ്ടുവരണ്ട. എന്റെ ഒരു ഒരുമ്പട്ടാ പണി എടുക്കല്. പണിയെടുക്കാനെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ മക്കൾ എന്താ ചെയ്യാറ്? എടി ഞങ്ങള് ചെറുപ്പം മുതൽ തന്നെ വേറെ ആളെ വെച്ച് പണിയെടുപ്പിച്ച് ശീലായത് ഞങ്ങൾക്ക്. നിങ്ങളെ മകനോട് പറയുന്ന അപ്പൊ എന്റെ മകൻ കെട്ടി കൊടുന്നില്ല എന്നെ എടുക്കാന്. ശരി, അപ്പൊ ഞാൻ പണിക്കാരത്തിയാ. പിന്നെത്താ എന്നെ കൊണ്ടൊരു കാര്യമുള്ളത്. ഇത്ര 5-8 കൊല്ലായിട്ട് ഒരു കുട്ടിയും കൂടി ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ പണിയെങ്കിലും എടുത്ത് ഞങ്ങൾക്ക് നേരം പോക്കാട്ടെ. ഇനിയിപ്പോ കുട്ടിയും കൂടി ചട്ടിയും കൂടി ഇല്ലാഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്റെ മോന്റെ ജീവിതമാണ് കളഞ്ഞു കുളിച്ചത്. അന്റെ ഏട്ടത്തിക്കൂല്ല അനക്കൂല്ല. നിങ്ങള് പാരമ്പര്യമായിട്ട് കുട്ടികളുണ്ടാവില്ല. എങ്ങനെ നിങ്ങളെ കടയിൽ ഒരു കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീവിതം കാണുന്നതിനാ? നിങ്ങളെ പറ്റൂലെങ്കിലാണ് ഒഴിവാക്കി കളി. യാതൊരു നിർബന്ധമില്ല നിങ്ങളെ മകന്റെ കൂടി നിങ്ങളെ കൂടി നിക്കണം എന്നുള്ളത്. സത്യം പറയാലോ. കുഴപ്പമില്ല. ഇനി അടപാടുണ്ട് തീർത്ത് വിട്ടാളി. പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആരാടി എടുക്കല്? എന്നെ പോലെ പണിയെടുക്കാൻ ഏത് പണി പണിക്കാരത്തി പറഞ്ഞത് ആ പാത്രമൊക്കെ എളുപ്പമാണ്. ഈ പെണ്ണിന് എന്താന്ന് പിരാന്ത് കണ്ട ഇതാണ് ഇവിടെ സ്വഭാവം. കണ്ട കണ്ട അതെ ഫോൺ കൊടുത്ത് അത്ര ചെയ്താറ തുള്ളി കളിച്ച്. ഇങ്ങനെ ഒരു പെൺകുട്ടി ഇനിയാളായത് എവിടുന്ന് അതിനൊക്കെ കിട്ടിയിക്കേണ്ടത്? പക്ഷെ ഒന്നും വെജ. ഇനിയിപ്പോ ഈ പണിയൊക്കെ ആരെടുക്കുക? ഇനി ഇന്നത്തെ കുറുമ്പൊക്കെ അതാണ്. ഇനി ഇന്ന് നോക്ക് കുറുമ്പാണ്. ഇനി അവളൊന്നും ഒരു പണി എടുക്കൂല. ഇന്ന് അന്തിക്ക് ആ ചെറുക്കനെ വിളിച്ചു കാണുള്ളതും ഇല്ലാത്തതും ഒക്കെ അത് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞതാണ് ആ വള്ളീനെ വിളിച്ചാന്. ഇവിടെ അതിന് സമ്മതിച്ചില്ല. കായ് കൊടുക്കേണ്ടി വരും. ഞാൻ നിസ്കരിച്ചാൻ ഞാൻ വരുമ്പോത്തിന് ഇവിടെ ഈ പണിയൊക്കെ എടുത്തോളിയുണ്ട്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം എനിക്ക് കാണാം ട്ടാ. പോയി പണിയൊക്കെ നിർന്നു മനസ്സില്ല.